ഓക്കെ മൈൻക്രാഫ്റ്റ് ഏതാണ്ട് 2011 തുടങ്ങിയ ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. ഇന്നിപ്പോൾ 2024 ഈ ഗെയിമിൻ്റെ ഫാൻ ബേസിൽ ഒരു കുറവില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇത്ര ഫാൻ ബേസിൽ ഒരു ഗെയിം ഞാൻ കാണുന്നത് തന്നെ. പിന്നെന്താ വെച്ചാൽ ആദ്യം ഞാൻ ഈ ഗെയിം ഉണ്ടപ്പോൾ ഇത് ഇവരെന്താ ചെയ്യുന്നത്, ഐ മീൻ കുറേ മണ്ണിട്ട് കളക്കുന്നു കുയിക്കുന്നു, എനിക്കൊന്നും മനസ്സിലായി. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തപ്പോൾ അപ്പോഴേക്ക് മനസ്സിലായത് ഗെയിമിൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് ട്രയൽ കയറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ മൈൻക്രാഫ്റ്റ് ട്രയൽ സർവൈവൽ ഡേ 1. ഓക്കെ, ഇനി മാസത്തിൽ ഒരിക്കലും നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യാം. പിന്നെ ഒരിക്കലും ഈ ചാനൽ ഗെയിമിംഗ് വീഡിയോസ് മാത്രം ചെയ്യുന്നൊന്നല്ല, റിയാക്ഷൻ വീഡിയോസും ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് വരും ദിവസങ്ങൾ നമുക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ഗെയിമിങ്ങിന് പോകാമെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്ത ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോക്ക് ഏകദേശം ഒരു 1K വ്യൂസ് ഒക്കെ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗെയിമിങ്ങിൽ ഇൻട്രസ്റ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് ഗെയിമിംഗ് വീഡിയോസ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ടാർഗറ്റ് എന്തൊക്കെയാണോ? ഡേ 1 അല്ലേ, നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം, പിന്നെ ഒരു ഹൗസ് ഉണ്ടാക്കണം. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതി ഇന്ന്. പിക്കാക്സ്, സോഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. പ്ലേ, ക്രിയേറ്റ് ന്യൂ വേൾഡ്. നമുക്ക് സർവൈവൽ വേൾഡ് ചാനലിൻ്റെ പേരെടുക്കുക അല്ലേ, സിസ്റ്റമാറ്റിക് സെവിയിൽ നിന്ന് കൊടുക്കുക. എന്താ പേര് മാറ്റണോ? ഇതിനെ പറ്റി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പേര് മാറ്റണേ സിസ്റ്റമാറ്റിക് സെമിയിൽ. ഓക്കെ മതി. ഓക്കെ മതി. അപ്പോൾ എന്ത് കൊതുകാണ് അവിടെ, മനുഷ്യനെ കടിച്ചു ഒരു പരി. ഓക്കെ, ഫാൻ ഇടാനും പറ്റൂല, തൈര്. ഓക്കെ, മൈൻക്രാഫ്റ്റ് ഡേ 1 സർവൈവൽ നമ്മളിത് അവിടെ തുടങ്ങിയിരിക്കുന്നു. ആദ്യം നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള പണികൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ക്രാഫ്റ്റിംഗ് ബോക്സ് ആദ്യം ഉണ്ടാക്കണം, അതാണ് മെയിൻ ടാർഗറ്റ്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ബോക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 4 വുഡ് വേണം. ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും സ്റ്റാർട്ട് ട്രയലിൽ നിന്ന്. ഇതിൻ്റെ ഒറിജിനൽ വേർഷന് പൈസ കൊടുക്കണം. ഇപ്പം എത്ര 30 രൂപ എത്ര ഇപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് 600 റുപ്യ എന്തായാലും നടക്കില്ല. വേണ്ട, ഞാൻ ട്രയൽ ചെയ്തിട്ട് ഒരു 4 വുഡ് ഇട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിന് വേണ്ടത് ഈ വുഡ് അല്ലേ. വുഡ് വെച്ച് കൊടുത്തു. അങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിളായി. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ബെഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ 3 ആടിനെ കൊല്ലേണ്ടി വരും. 3 ആടിനെ. ഓക്കെ, ഇത്തവണ തപ്പിയൊക്കെ കിട്ടൂല്ലോ, സത്യം പറയല്ലോ. രാത്രി വേണതിന് മുമ്പേ എല്ലാം ചെയ്ത് തീർക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ സോംബീസൊക്കെ വന്ന് നമ്മളെ കൊന്നുകളെ. അപ്പോൾ നമുക്ക് ഇനി തൽക്കാലത്തിന് നമുക്ക് സോഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ഐ മീൻ ഈ വാള് അങ്ങനത്തെ സാധനങ്ങൾ. ഓക്കെ, പിക്കാക്സ് അങ്ങനെ സെർച്ച് ചെയ്താൽ വരില്ലേ? ഓക്കെ, സ്റ്റിക്ക് ഐറ്റംസ് ആണല്ലേ. സ്റ്റിക്ക്, ഓക്കെ, സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോഡ് ഉണ്ടാക്കണമെന്നുണ്ട്. എന്ത് വേണം? 2 സ്റ്റോണും കൂടെ അല്ലേ. നമുക്കൊരു സോഡ് എടുക്കാം. പിന്നെ ഒരു ദത്തത്തിനൊക്കെ പറയാം, മണ്ണ് കൊണ്ടൊരു സാധനം എന്നോ എനിക്കറിയില്ല കേട്ടോ. ഞാനും ബിഗിനറാണേ. ഓർഡർ ആടുകളൊക്കെ ഓർഡറാ. എനിക്കുണ്ടാക്കേണ്ട വൈറ്റ് ബെഡാണ്, മനസ്സിലായല്ലോ. ഇടയ്ക്കിടെ ചെറിയ ലാഗ് വരുന്നുണ്ട് കേട്ടോ. മൈൻക്രാഫ്റ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഫോണിൻ്റെ പ്രശ്നം വേറെ കാര്യം. ഓ, ഇതാ ഒരാടല്ല ഇരിക്കണം, നമ്മുടെ ടാർഗറ്റിലാണ് അവിടെ ഇരിക്കണേ. അടാ പാവം, എന്താ ചാവാത്ത? ഇതാടോ പുലിയോ?
അന്തര ചാവാത് ഒന്ന് ഇങ്ങനെ 3 എണ്ണം വേണം നമുക്ക്. നീ എവിടെ പോയി തപ്പാനേ ആടുകളൊക്കെ സീരിയസ്ലി. അവിടെ ഒരു ആടുണ്ടോ? ഓക്കെ. ഓ വെറുതെ എടാ ഞാൻ നേരത്തെ സ്റ്റിക്ക് വെച്ചാൽ അടിച്ചത്. എടാ ഞാനെന്തൊരു പൊട്ടത്തരടാ കാട്ടണ്. സ്റ്റിക്ക് വെച്ച് അടിച്ചു. ഞാൻ ഇത്ര ഉള്ളു സംഭവം ചാവാൻ. ഞാൻ നേരത്തെ സ്റ്റിക്ക് വെച്ച് അടിച്ച പ്രശ്നമായത്. ഓക്കെ ഇനി ഒരു ഷീപ്പിനും പട കിട്ടിയ വൈറ്റ് ബെഡ്. ഓ യെസ്. എടാ എന്ത് ലക്കടച്ച്. ഇതല്ലേ സോളാ വൈൻഡറിൻ്റെ അമ്മിണിക്കുട്ടി. ഇനി നമുക്ക് വൈറ്റ് ബെഡ് ഉണ്ടാക്കാം. ഓക്കെ അന്നേരം ബെഡ് എന്നൊക്കെ അടിക്കണോ? സെർച്ച് ചെയ്യാൻ തന്നെ വരണ്ടല്ലോ അല്ലേ? ഓ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചാണ് ചെയ്യേണ്ടല്ലേ? അല്ല ഞാനൊരു ബിഗിനറാണേ, ക്ഷമിക്കണേ. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ ഇടാം. രാത്രി കൊണ്ട് ഇതൊക്കെ ചെയ്ത് കഴിക്കണം കേട്ടോ, ഇല്ല സീനാണേ. വൈറ്റ് ബെഡിന് ഇനി എന്തൊക്കെയാണ് ആവശ്യം? 2 ഇതും പാടല്ലേ അതുണ്ടാക്കാൻ. വെക്കുന്നു എടുക്കുന്നു. ഓക്കെ ഇനി വൈറ്റ് ബെഡ്. ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ ബെഡ് കിട്ടി. ഇനി നമുക്ക് അടുത്ത പണി, നമുക്ക് ചെറിയൊരു ഹൗസ് ഉണ്ടാക്കാം. പിന്നെ ഡോറ് അതിനല്ല അങ്ങനെ കുറച്ച് സംഭവത്തിൽ. ഓക്കെ ഇനി തന്നെ പണി, ഇനി ചുരണ്ടി എടുക്കുക. നമുക്കൊരു മരത്തിൻ്റെ മുകളിൽ വീടാച്ചാ അതൊരു രസമല്ലേ? ഐ മീൻ കുറച്ച് സമയം എടുക്കണം വരട്ടെ കേട്ടോ വീടുണ്ടാക്കാന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്കറിയാം എനിക്ക് എൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഞാനൊരു ബിഗിനർ മാത്രമാണ്, ഒരിക്കലും എക്സ്പേർട്ടല്ല. കാരണം നമ്മൾ കളിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച ആവണുള്ളൂ. ഞാൻ സ്കൂളിലൊക്കെ വെച്ച് ഇത് കളിക്കുമ്പോൾ ഓരൊക്കെ എന്നോട് ഇതെന്താ ഓലാരും മൈൻഡ് ക്രാഫ്റ്റ് ഇത് കേട്ടിട്ടേ അല്ലേ ചില ആൾക്കാർ. ഓ ആദ്യം ഇരുട്ടായി പോയല്ലോ. ഓ കുറച്ച് നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടില്ലേ? വെപ്പൺസ് പൊട്ടില്ലേ? അതായത് ഈ മൈൻഡ് ക്രാഫ്റ്റിനെ പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ, വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഓരോരു ബിഗിനറല്ലടാ. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആയി വരും. ഓക്കെ ഓക്കെ എത്ര മതി, മഡ് ഇത്ര മതി. ഇനി നമുക്ക് ഒരു നല്ലൊരു മരം, നല്ലൊരു ട്രീ, അതിന് മേലെ നമുക്ക് വീടേറ്റാം. ഈ മരമാണോ ഇതായിക്കോട്ടല്ലേ? എന്നാ ഈ ട്രീ ആയിക്കോട്ടെ. ഓക്കെ ഈ ട്രീൻ്റെ മേലെ നമുക്കൊരു ഹൗസ് ഉണ്ടാക്കാം. ഓക്കെ എടാ എൻ്റെ സോഡും എല്ലാം പൊട്ടിയല്ലടാ. ഞാനേ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി എടുക്കട്ടെ കേട്ടോ. ഐ മീൻ എന്തെങ്കിലും ഒരു വെപ്പൺ ഇല്ലാതെ കളിക്കാൻ കഴിയില്ലടാ. ഓക്കെ സോഡ് മതി ഇപ്പോൾ തൽക്കാലത്തിന്. ആദ്യം നമുക്ക് മരത്തിൻ്റെ മുകളിലേക്ക് എത്തണമല്ലോ. ഐ മീൻ ഇതിൻ്റെ നമുക്ക് നമ്മളെ എൻട്രി ഏതാക്കണ്ട്? ഈ സൈഡ് ആക്കണോ അതോ ഈ സൈഡ് ആക്കണോ? ഇത് കുറച്ച് ഉയരല്ല മരം കേട്ടോ, കുറച്ച് ചെറുതെടുക്കണോ? വേണ്ട തന്നെ ആക്കാം. നമുക്ക് ഈ ഭാഗമാക്കല്ലേ എൻട്രി? അല്ല വേണ്ട, ഈ ഭാഗത്ത് കൂടെ കയറാം. പിന്നെ ആദ്യമായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആകട്ടെ കേട്ടോ. ഇതും പാടെ പിന്നെ ഒരു ഡോറ്, ഇതൊക്കെ നമുക്കൊക്കെ വയ്യ ഉണ്ടാക്കാം. സമയം എങ്ങനെ നീണ്ട് കിടക്കല്ലേ. ഓ അവിടേക്ക് വരില്ല. എന്താ ബ്ലോക്ക് അവിടേക്ക് വരാത്തേ? പിന്നെന്താ അവിടേക്ക് പോകത്തേ? ഇത്ര ദൂരം പറ്റൂലേ? എടാ എന്നാൽ കുറച്ചും പാടെ ചെറിയ മരം എടുക്കട്ടോ. അത്ര ദൂരം പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് പറ്റുമോ? യെസ് ഇത് പറ്റും. ഇത് കണ്ടോ ഞാൻ സ്റ്റെപ്പ് ഉണ്ടാവാൻ ഉണ്ടാക്കിയാണ് ഇത് കേട്ടോ. മൈൻഡ് ക്രാഫ്റ്റ് എന്നാണ് ഗെയിം തന്നെ. നമ്മളെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. കണ്ടോ ഇത്ര പെട്ടെന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ.
ഓക്കേ, ഇതാ ഇതിൻ്റെ മേലോട്ടോ നമ്മളെ വീടുണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, മറ്റേ മരത്തിൽ പറ്റുമായിരുന്നു, പക്ഷെ അത് ആ മരത്തിന് നല്ല വലുപ്പമുണ്ട്, അതുകൊണ്ട് വേണ്ട വെച്ച്. കാരണം അത്രയും ദൂരത്തേക്ക് ബ്ലോക്ക് പോകണില്ല. അപ്പോൾ അല്ലാത്ത ടൈപ്പിൽ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കയറുന്ന തന്നെയുണ്ടല്ലോ, ഇന്ന് രാത്രി നടക്കണ പണിയൊന്നുമല്ലേ. ഇനി നമുക്ക് ഇവിടെ നമ്മളെ വൈറ്റ് ബെഡ് ഇടണം. അടിയിൽ ഫുൾ മഡാക്കണം കേട്ടോ. ഈ ഇലകൾ കളയേണ്ടി വരും, ഓരോന്നോരോന്ന് മുറിച്ചാണ്ട് അവിടെ ഒക്കെ ഇത് വെക്കേണ്ടി വരും, മഡ് വെക്കേണ്ടി വരും ഉറപ്പായിട്ടും. ഓക്കെ, ഞാൻ ഓരോന്നോരോന്ന് പൊട്ടിക്കുക, മഡ് ഇടുക. അപ്പോൾ കാരണം എന്താ പറയുക, ഓരോ ലീവ്സ് പൊട്ടിച്ചതിന് ശേഷം തന്നെ കറക്റ്റ് അടുത്തിടണം എന്താ പറയുക, അല്ലെങ്കിൽ നമുക്ക് ടൈമിങ് പാളിപ്പോവും. പിന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അത് മാറ്റി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയ ചൊറല്ല കേസാണ്. കുറച്ച് വീതി നീളം ഉണ്ടായിക്കോട്ടല്ലേ ഫസ്റ്റ് ടൈം തന്നെ. വെറുതെ ഐ എങ്ങനെയാ ഞാൻ താഴത്തേക്ക് വേണം, കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന്. ഓക്കെ, ഇനി ഈ സൈഡ്. ഓക്കെ, നല്ല ടൈം എടുക്കില്ലടാ ഈ പരിപാടി, കുറച്ച് ക്ഷമയും വേണമല്ലേ ഈ ഗെയിമിന്. ഇത് കളിക്കണേ നല്ല ക്ഷമ വേണം പറയാം, എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ല. അവിടെ ഇപ്പം തന്നെ രാത്രിയായോ? നമ്മൾ ഇപ്പം തന്നെ മേലെ കയറി നിൽക്കേണ്ടി വരും, കാരണം രാത്രി കഴിഞ്ഞാൽ അവിടെ സേഫ് അല്ല. ഇതൊക്കെ ചില ആൾക്കാർ ഇന്നെ പോലെ ബിഗിനറാട്ടോ ഈ വീഡിയോ ആണ്, ചില ആൾക്കാർ ഇന്നെ പോലെ ബിഗിനർ കയറാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓൾറെഡി ഗെയിം അറിയുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും, എനിക്കറിയാം. അവിടെ വേറൊരു റൂഫ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയത്, ഇനി എവിടെ പോയി കുഴിച്ചെടുക്കാനാടാ. ഒരു ഡോറും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലേ, ഞാൻ വളരെ വൈകി പോയല്ലടാ. ഞാൻ ഇറ്റലും ഇങ്ങോട്ട് കയറിയില്ലടാ, ഇങ്ങോട്ട് കൊന്നു കളയും. തലക്കാരത്തിൽ പോയി അടി ഇത്ര മതി നമുക്ക്. ഐസിലൊരു റൂഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. റൂഫ് ഉണ്ടാക്കാനുള്ള സ്റ്റോൺ നമ്മളെ കയ്യിലില്ല, വേറെ കാര്യം കേട്ടോ. അവിടെ കഴിഞ്ഞു പോയിരുന്നു. നമുക്കെന്നാൽ പെട്ടെന്ന് ഒന്ന് സ്ലീപ്പ് ചെയ്താണ്ട് നീച്ചണോ? കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം ആവുന്നുള്ളൂ, നല്ലൊരു വീട് നമുക്ക് ഉണ്ടാക്കാം. എന്ത് പറയുന്നു? ആ ചെയ്യാലേ, അങ്ങനെ ചെയ്യാലേ. ഓക്കെ, ഇന്നത്തെ രാത്രി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറങ്ങാം. സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ്. അവിടെ വീഡിയോ റെക്കോർഡിങ്ങിനല്ലേ ഇത്രയും സമയം ഇരുന്നാണ്ടി, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും, അതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ എൻട്രി എവിടെ ആയിരുന്നു? ഈ ഭാഗത്തില്ലേ, ഈ ഭാഗത്തായിരുന്നു നമ്മളെ എൻട്രി. അപ്പോൾ നമുക്ക് ഇവിടെ പൊളിക്കാം. ഇനി നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ ഒരു ഡോറ്. എടാ ഒരുത്തത് അവിടെ നിൽക്കണണ്ടാ, ഇവരിങ്ങോട്ട് വന്നാൽ സീന കേട്ടോ. ഇവർ രാവിലെ പൊതുവെ പോകും, പക്ഷെ കുറച്ച് ടൈം എടുക്കും ഇവർ പോകാൻ. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമ്മളെ ക്രാഫ്റ്റിംഗ് ബോക്സ് നമുക്ക് ഇവിടെ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഓക്കെ, നമുക്കൊരു ഡോർ ഉണ്ടാക്കാം. ഒരു ഡോർ അത്യാവശ്യമാണ് ഇവിടെ. ഡോറിന് എന്തൊക്കെയാണ് വേണ്ടത്? ക്രാഫ്റ്റിംഗ് ബോക്സ് എടുത്ത് നോക്കണം നമുക്ക്, എന്തൊക്കെയാണ് ഡോർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഡോറിന് ഈ സ്റ്റോണില്ലേ, ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വുഡിനാണ് നിങ്ങൾ. ഇനിയും വേണം ഈ സെയിം വുഡ്, ഇനിയും വേണം. ആ വുഡ് എവിടെ കിട്ടും? ആ വുഡ് ഉണ്ട്, ഇത് വേറെ ഇടാക്കണ്ട. ഈ ടൈപ്പ് വുഡ് വേറെ, രണ്ട് ടൈപ്പ് വുഡ് ഉണ്ട് ഇതിൽ. പക്ഷേ ഞാൻ ഇതൊരു സ്വാഡല്ല കേട്ടോ, മാറിപ്പോയി. അത്യാവശ്യത്തിന് എടുക്കാം. ഇത്ര മതി വരും. അത് ക്രിയേറ്റിവിറ്റിയില്ലേ? ഇന്നെ തന്നെ അങ്ങനെ പൊക്കിയെടുക്കണ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നും, കാരണം ഞാൻ റെഡിക്കും അങ്ങനെ തന്നെ ചെയ്യണേ. ഇത് വെച്ച് ഇതെടുക്കാൻ എന്താ പറ്റാത്തത്?
ഡോർ ഓക്കെ 3 കിട്ടിയിട്ടുണ്ട്. 1 2 3. ഇനി നമുക്ക് അടുത്ത റൂഫ് മോഡലാണ്. ഓക്കെ അങ്ങനെ എന്തൊരു ചടപ്പാണ് കൊണ്ടാറക്കാരക്കാരൻ കോയി. പട്ടി ചാവ് 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 ചാവ്. അല്ല ഞാൻ അവിടെ ഇനിയിപ്പോൾ കുറച്ച് ഇതെടുക്കേണ്ടി വരും കേട്ടോ. മഡ് എടുക്കേണ്ടി വരും വീണ്ടും പോയാണ്ട്. ഓക്കെ അപ്പോൾ അത്യാവശ്യം നമ്മൾ വീണ്ടും കുറേ മഡ് എടുത്ത് വന്നിട്ടുണ്ട്. കാരണം ആ മഡ് എടുക്കുന്ന സീനൊന്നും നിങ്ങളെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ എത്ര ടൈം എടുക്കണേ. ഓക്കെ അത് നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് ഈ ലീവ്സ് ഒന്ന് കളയാം. കാരണം ഇതൊക്കെ കൊഴിഞ്ഞു പോകും. അതൊന്നും പെർമനൻ്റ് ആയിട്ടില്ല. അല്ല ഇനി നമുക്ക് ഇവിടെ ഒരു ഡോർ വെക്കാം. ഓക്കെ അതിന് ആദ്യം നമുക്ക് കുറച്ചൊന്നും കൂടെ വലുതാക്കാം. ഓക്കെ നമ്മൾ വീട് എങ്ങനെയുണ്ട് ഞാൻ എനിക്ക് ലോങ് വ്യൂ കാട്ടിത്തരാം കേട്ടോ. അവിടെ നിന്ന് ആ സൈഡ് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നില്ല കാട്ടിത്തരാം. ഐ ഡോർ ഇവിടെ അല്ലടാ, ഇവിടെ. ഓക്കെ അപ്പോൾ ഓക്കെ ഡോറായി, ബെഡായി, ക്രാഫ്റ്റിംഗ് ബോക്സായി. ഓ ഞാൻ പറഞ്ഞല്ല, പ്രോമിസ് ഞാൻ ചെയ്തല്ലോ. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഡേ 1 നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. ഡോർ അടക്കട്ടോ. മൈൻക്രാഫ്റ്റ് ഡേ 1 ഓവർ. ഇത്ര മതി ഒരുപാട് സമയം. ഡേ 1 കഴിഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രി നൈറ്റിൽ തന്നെ ഇറങ്ങിയിട്ടില്ല. ഇനി അടുത്ത വീട്ടിൽ നമുക്ക് നൈറ്റിൽ ഇറങ്ങാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ നൈറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ നമ്മൾ കൊന്നു കളയും, പുറത്തുള്ള ജീവികൾ. ഓക്കെ ഇപ്പോൾ നമ്മൾ സേഫാ. വീടുണ്ട്, ക്രാഫ്റ്റിംഗ് ബോക്സ് ഉണ്ട്, ബെഡ് ഉണ്ട്. ബെഡിൽ കിടന്നപ്പോൾ തന്നെ നീച്ചപ്പോൾ തന്നെ രാവിലെ കേട്ടോ. ഓക്കെ അപ്പോൾ ഓക്കെ ഇതിൻ്റെ ബാക്കി നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ അന്നത്തേക്ക് ഇത്ര മതി. കജ്ജും കാലൊക്കെ ഇരുത്താണ്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്.